അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. ഒരു പെണ്ണുകാവിലെ മാപ്പിളയുടെ മേടുള്ള കടപ്പാടുകൾ ഇതെ സംബന്ധിച്ചായിട്ട് ബാബു ഹഖ്ഖു സൗജി അലൽ മർഅ എന്ന് ആ ബാബായിട്ട് അതിൽ എന്തിപ്പോ വിവരിക്കോപ്പേണ്ടത്, ഒരു പെണ്ണ് അവള് സ്വർഗത്തെ കടക്കുക തന്നെ അവളെ മാപ്പിളയുടെ അനുസരിച്ചെങ്കിൽ മെയ് അല്ലെ. പെണ്ണുങ്ങൾക്ക് സ്വർഗത്ത് ചില എളുപ്പ വഴികളുണ്ട്, സ്വർഗത്ത് പോണ എളുപ്പ വഴികളുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസുണ്ട്, എങ്ങനെ ഒരു പെണ്ണ് നരകം നാ കണ്ടപ്പോ കൂടുതൽ ആണുങ്ങളെക്കാളും കൂടുതൽ അതിൽ പെണ്ണുങ്ങളായിട്ട് നാ കണ്ടത്. എന്നിട്ട് നബി തങ്ങൾ അതൊക്കെ കാരണം ചെന്നത് അങ്ങനെ മാപ്പിളമാരങ്ങ് അനുസരിക്കില്ല എന്നതായിട്ട് അങ്ങ് നരകത്ത് പോണുള്ളൊരു കാരണമാണ്. അപ്പൊ ഒരു പെണ്ണ് അവളെ മാപ്പിളയുടെ അനുസരിക്കണമെങ്കിലോ അനുസരിക്കണമെങ്കിൽ അത് ഹലാലായ കാര്യത്തിലും അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലാവണം. തെറ്റായ കാര്യങ്ങളിൽ ആരെയും അനുസരിക്കുകയില്ല. ഒരു മാപ്പിള തപ്പു ചെന്നെങ്കിൽ ഒരു പെണ്ണ് കേൾക്കണമെന്നൊന്നുമില്ല. ഹലാലായ കാര്യവും അതുപോലെ അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലും ഒരു പെണ്ണ് അവളെ മാപ്പിളയുടെ അനുസരിച്ചെങ്കിൽ സ്വർഗത്ത് പോകുന്നത് അത് തന്നെ മെയ്യുന്നു. നോക്കാം ആദ്യം അതിനെ സംബന്ധിച്ച് വന്നൊരു ഹദീസ് നോക്കാം. 256 ഹദീസ്. വൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അയ്യും അംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണും മാപ്പിളയുടെ തൃപ്തിയോ, അതായത് അവൾ മരിക്കുമ്പോ ഏതൊരു പെണ്ണും മാപ്പിള പൊരുത്തപ്പെട്ട നിലക്ക് മരിച്ചാലുണ്ടെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടായിട്ട്. അങ്ങനെ ഒരു പെണ്ണ് മരിച്ചത് മാപ്പിള ഓലത്തൊട്ട് സമ്പൂർണ്ണ തൃപ്തികാരനാണ്, എന്നാൽ സ്വർഗത്ത് കിടന്നു. അപ്പൊ സ്വർഗത്ത് കടക്കുക എത്ര സുലഭത്തെ തെരുവായിട്ട് അള്ളാഹു തആല അങ്ങ് കൽപ്പിച്ചത്. കാരണം അത് ഈ കൂടുതൽ അങ്ങിൽ നിന്നുണ്ട് അവിടെ വന്നായിട്ട് അനുസരണക്കേട് എന്നുള്ളത്. അതങ്ങനെ നിസ്സാരമായി കണ്ടത് അല്ല, അനുസരിക്കണം. മാപ്പിളയുടെ തൃപ്തിക്ക് വേണം. ആ തൃപ്തിയോടുകൂടെ അവൾ മരിച്ചിട്ടുണ്ട് വെക്കാം. അതായത് ഓല് മരിക്കുമ്പോഴത്തേക്ക് ഓല മേലെ മാപ്പിളക്ക് ഒരു ദേഷ്യമോ ഒരു ഇതോ ഇല്ല, എന്നാ സ്വർഗത്ത് കടക്കും അത് തന്നെ മെയ്യെന്ന്. ಏನರ ಹದೀಸ್ ನೋಕೋ 287 ಹದೀಸ್. وعن معاذ بن جبل رضي الله عنه عن النبي صلى الله عليه وسلم قال لا تؤذي امرأة زوجها في الدنيا إلا قالت زوجته من الحور العين لا تؤذيه قاتلك الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെ ഒരു പെണ്ണ് അവളെ മാപ്പിളയുടെ അടങ്ങേറാക്കുമ്പോ ഹോർലിങ്ങളിൽ പെട്ടതായ ഒരു പെണ്ണ്, ഏത് ഹൂർലിങ്ങളിൽപ്പെട്ട സ്വർഗത്തിൽ ഓണക്ക് പെഞ്ഞായി കിട്ടേണ്ട ഹൂർലിങ്ങളിൽപ്പെട്ട ആ പെണ്ണ് ചൊല്ലേ ലാ തുദീ, ആ മാപ്പിളയെ നീ അടങ്ങേറാക്കണ്ട, കാത്തലക്കില്ല, അള്ളാഹ് നിന്നെ നശിപ്പിക്കട്ടെ, ഫൈന്നമാ ഹുവ ഇൻദക ദഖീലുൻ, അവൻ നിന്റെ മുട്ട ഒരു ദഖീലായിട്ടിക്കട്, ഒരു വിരുന്നുകാരനായിട്ടിക്കട്, യൂഷികു അൻ യുഫാരിഖകി ഇലൈന, നിന്റെ മുട്ടിട്ട് ഞങ്ങളെ മുട്ടവൻ ബണ്ട. റവാഹു തിർമിദി. അപ്പോ ഒരു പെണ്ണ് അവളെ മാപ്പിളയുടെ ബുദ്ധിമുട്ടാക്കുമ്പോ അടങ്ങേറാക്കുമ്പോ സ്വർഗത്തെ ഓണുക പെഞ്ഞായി കിട്ടേണ്ട ഹൂർലിംഗലിൽപ്പെട്ട ഒരു പെണ്ണ് ചൊല്ലേ, പെണ്ണെ അവളെ അടങ്ങേറാക്കോ, എനിക്ക് അവന്റെ അടങ്ങേറാക്കോ നിക്കണ്ട, നിന്റെ മുട്ടൊരു വിരുന്നുകാരനെ പോലെ അവനുല്ലേ, അവനൊരു വിരുന്നുകാരനായിട്ടിക്കണം, നീ അവനെ നല്ലോണം ആദരിക്കണം, സൽക്കരിക്കണം. അപ്പൊ അവൻ വിട്ടിട്ട് നിന്റെ മുട്ട വന്ന് നീ അവിടെ വിട്ടിട്ട് ആഖിറത്തേക്ക് വേണ്ട, ഞങ്ങളെ മുട്ട വേണ്ട എന്നുള്ളത്. അപ്പോ ആഖിറത്തില് സ്വർഗത്തിൽ ഹൂർലിംഗലുണ്ട്, ദുനിയാവുടെ പെണ്ണുങ്ങളുമുണ്ട്. ദുനിയാവുടെ പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനവും കൊടുത്ത അള്ളാഹു സ്വർഗത്തിൽ അങ്ങനെ മാപ്പിളെ പെഞ്ഞായി മാറും കണ്ടെങ്കിൽ അങ്ങനെ എന്താക്കട ഒന്നാക്കിയിട്ട് തന്നെ കൊടുക്കട എന്നുള്ളത്. അപ്പൊ ആ മാപ്പിളയുടെ ഒട്ടുക്ക് സ്വർഗത്തിലും അവൾക്ക് ഒട്ടു കൂടണമെങ്കിൽ ഒന്ന് മാപ്പിളയുടെ അവളെ അനുസരിക്കുക എന്നുള്ളതാണ്, അവന്റെ ബുദ്ധിമുട്ടാക്കാണ്ടിരിക്കുക എന്നുള്ളത്. وقال حديث حسن 288 ഹദീസ്. ഈ ബാബിലെ ലാസ്റ്റ് ഹദീസ് ആയിട്ട് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ തറക്തു ബഅദി ഫിത്നതൻ ഹിയ അദറ അല റിജാൽ മിനൻ നിസാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നണ്ടിൽ പിന്നെ ദുനിയാവിൽ ഏറ്റവും ആണുങ്ങൾക്ക് ഇടങ്ങിയ ബുദ്ധിമുട്ടാണ്, ഏറ്റവും ആണുങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ട ഒരു ഫിത്ന പെണ്ണുങ്ങളെക്കാൾ പിന്നൊന്നില്ല. ഞാൻ മാ തറക്തു ബഅദി, എന്റെ ശേഷം ഞാൻ ഉപേക്ഷിക്കുന്നില്ല, ഫിത്നതൻ ഒരു ഫിത്നയെ
ഈ ആ ഫിത്ന അള്ളാഹു അലറിജൽ ആണുങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്നതായിട്ട് മിനൻ നിസാ പെണ്ണുങ്ങളെക്കാൾ പിന്നൊന്നില്ല എന്നുള്ളത് മുത്തഫഖുൻ അലൈഹി. അപ്പോൾ മൊത്തത്തിൽ ഇത് പെണ്ണുങ്ങളെ നിസാരപ്പെടുത്തിയതോ അങ്ങനെ താത്തിയതോ എന്തും അല്ല. ആണുങ്ങളെ സംബന്ധിച്ച് മുന്നൽ ചെന്ന് ആണുങ്ങൾ ഒരു പെണ്ണിരട്ടി അങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ പെണ്ണുക്കും അതേപോലെ ഒരുപാട് കടമകളുണ്ട്, ഒരുപാട് ഹക്കുകൾ അവൾക്കും ഉണ്ട്. അവൾ മാപ്പിളയുടെ അനുസരിക്കേണ്ടവളാണ്. അനുസരിച്ചെങ്കിൽ അവൾക്ക് സ്വർഗത്തിൽ പോവുക അത് തന്നെമേ. സ്വർഗത്തിൽ അവന്റെ പെഞ്ഞായി കിട്ടുക അവനക്ക് അത് തന്നെമേ. എന്നെ ഒരു ആണുടെ ഇടങ്ങേറാക്കുക ഒരു പെണ്ണ് ധാരാളമേ. ഏറ്റവും വലിയ ഫിത്ന എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലുന്നത്. അപ്പോൾ പെണ്ണ് നല്ലായും കണ്ടെങ്കിൽ ആ കുടുംബവും അവനും അവന്റെ ജീവിതവും നന്നായി തീർന്നു. അതേ സമയത്ത് പെണ്ണ് മോശമായെങ്കിലോ അവന് കൗത്തുല നെമ്മതിയില്ല, കുടുംബത്തിലില്ല, മക്കളുടെ ഇടയിലില്ല, എല്ലാം ആ റായത്തുക്ക് തന്നെ നാശം പോലെ, ആ റായത്തുക്ക് തന്നെ ബുദ്ധിമുട്ടായതുപോലെ, ആ റായത്തുക്ക് തന്നെ ഇടങ്ങേറായതുപോലെ. അപ്പോൾ ഒരു പെണ്ണ് ദീനിയായ നിലക്ക് നല്ലാവുക എന്നും അവൾ മാപ്പിളയുടെ അനുസരിക്കുക എന്നുള്ളതും മാപ്പിളയുടെ ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളതും മാപ്പിളയുടെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളതും ആ കുടുംബം നല്ല നിലയ്ക്ക് ജീവിക്കുക എന്നത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അത് ഖൈറ്, എല്ലാവർക്കും ഖൈറ്, അള്ളാഹുടെ തൃപ്തിയും പൊരുത്തവും അവിടെ ആയിട്ട് സ്വർഗത്ത് കടക്കുക തന്നെ അത് ധാരാളമേ. ഏത് ഒരു പെണ്ണ് അവളെ മാപ്പിളയുടെ അനുസരിക്കുക എന്നുള്ളത് തന്നെ അവൾക്ക് സ്വർഗത്ത് കടക്കുക അത് തന്നെ മെയ്യാവും. അത്രക്കും വലിയ പവർ ആ അനുസരിക്കുക, അതായത് അതൊരു ഇബാദത്ത് എന്നുള്ളത്. ഒരു പെണ്ണൊരു മാപ്പിളയുടെ അനുസരിക്കുക എന്നുള്ളത് അതൊരു ഇബാദത്തായിട്ട് ജീവിതം അവിടെ തന്നെ ആയിട്ട് സമാധാനമില്ലേ. എന്നല്ലാണ്ട് അവിടെ മാപ്പിളമാർക്കൊന്നും ഇല്ലാണ്ടല്ലോ. മാപ്പിളമാർക്കുള്ള കടമകളെല്ലാം മുന്നത്തെ ബാബിൾ വിശദീകരിച്ചായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ അവിടെ മുന്നിൽ വിശദീകരിച്ചില്ല. അപ്പോൾ ഇവിടെ ജീവിതം, കുടുംബ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതായിട്ട് ദുനിയാവുള്ളത് ആകെയുള്ളത് അത് തന്നെ ആയിട്ട് ഇത് നല്ലൊരു ജീവിതം എന്നുള്ളത്. അത് ഈ രണ്ട് ആണുങ്ങളും പെണ്ണും, അതായത് മാപ്പിളയും പെഞ്ഞയും അങ്ങനെ പരസ്പരം ജീവിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ അതൊരു സുഖകരമായ ജീവിതം. അള്ളാഹു അത്തരം സാലിഹ്യങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു കൊടുത്തട്ടെ. ഖൈറിന്റെ ആൾക്കാരുകൾ അള്ളാഹു ഞങ്ങളെ കൊടുത്തിട്ട് ഞങ്ങളൊക്കെ സ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധിച്ചുള്ള ബാബു ഞങ്ങൾക്ക് തീർത്ത് എന്നെ അടുത്ത ബാബു ഭാര്യ മക്കൾക്ക് ഖർച്ചാക്കുന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അത് അടുത്തതിൽ നമുക്ക് നോക്കാം. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.